സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവരെ, എന്നെ തൊട്ട സന്ദേശത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡാണ്. സാധാരണ ഈ പ്രോഗ്രാമിൽ ദേവദാസന്മാർ പറഞ്ഞ സന്ദേശങ്ങൾ അത് എങ്ങനെ എൻ്റെ ജീവിതത്തെ സ്പർശിച്ചു എന്നാണ് പറയാറുള്ളത്. അങ്ങനെയുള്ള ചെറിയ വീഡിയോ സന്ദേശങ്ങളാണ് കാണിക്കുന്നത്. എന്നാൽ ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്ന ആ സന്ദേശത്തിന് ചെറിയ ഒരു വ്യത്യാസമുണ്ട്. ഇത് ഞാനും എൻ്റെ വൈഫ് സാൻഡിയും ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ സംസാരിച്ച ചില കാര്യങ്ങളാണ്. സാൻഡി പറഞ്ഞ ചില കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തെ വളരെയധികം സ്പർശിക്കുവാനിടയായി. രാവിലെ സാൻഡി എന്നെ വിളിച്ചിട്ട് ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കാണിച്ചു. ശമൂവേൽ പ്രവാചകൻ്റെ കുട്ടിക്കാലത്ത് ശമൂവേലിനെ ദൈവം വിളിക്കുന്ന ആ ഒരു സന്ദർഭത്തെ ആസ്പദമാക്കി ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ക്ലിപ്പ് ഇപ്പോൾ ഒത്തിരി വൈറലായിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സാൻഡിയുടെ വാട്സപ്പിൽ അത് സ്റ്റാറ്റസായി ഉപയോഗിച്ച ശേഷം സാൻഡിയെ പരിചയമുള്ള അനേകർ ആ വീഡിയോയുടെ ക്ലിപ്പ് ചോദിച്ചു വാങ്ങി. അവരെല്ലാം അത് സ്റ്റാറ്റസ് ആക്കുകയാണ്. ആ വീഡിയോ ക്ലിപ്പ് എന്നെ കാണിച്ചിട്ട് സാൻഡി പറഞ്ഞു, ഈ വീഡിയോ ക്ലിപ്പിൽ ആ കൊച്ചു ശമൂവേൽ ബാലനെ ഒന്ന് നോക്കിക്കാട്ടെ. ആ ബാലനെ നോക്കുമ്പോൾ അവൻ്റെ മുഖത്തുള്ള നിഷ്കളങ്കത കണ്ടില്ലേ? സാൻഡിയുടെ ചിന്തകൾ അന്ന് ഏലിയോടുകൂടെ ശുശ്രൂഷയ്ക്ക് കൂടെ നിന്ന ആ കൊച്ചു ശമൂവേൽ ബാലൻ്റെ വേദപുസ്തക അനുഭവങ്ങളിലേക്കാണ് പോയത്. ഞാൻ ഓർക്കുന്നുണ്ട്, കുറേ നാളുകൾക്ക് മുമ്പ് ഒരു മീറ്റിങ്ങിൽ സാൻഡി ദൈവത്തിൻ്റെ വചനം സംസാരിക്കുമ്പോൾ ശമൂവേൽ ബാലനെക്കുറിച്ചും ഹന്നയെക്കുറിച്ചുമൊക്കെയാണ് സംസാരിക്കുന്നത്. ഹന്ന 3 വയസ്സുള്ള ആ കൊച്ചു മോനെ കൊണ്ടുപോയി ആലയത്തിൽ സമർപ്പിക്കുന്ന രംഗം സാൻഡി വിവരിക്കുകയാണ്. ഒരു കൊച്ചു ഉടുപ്പൊക്കെ തയ്പ്പിച്ച് എല്ലാ വർഷവും അമ്മ അവനെ കാണാൻ വരുന്ന അനുഭവങ്ങൾ. കൊച്ചു കുഞ്ഞാകട്ടോ, 3 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ അമ്മയോടുകൂടെ വളരേണ്ട ഒരു പ്രായത്തിൽ അമ്മ അവനെ അവളെടുത്ത തീരുമാനമനുസരിച്ച് ദൈവസന്നിധിയിൽ കൊണ്ടുപോയി സമർപ്പിക്കുക. ഇത് പറഞ്ഞിട്ട് അന്ന് ആ മീറ്റിങ്ങിൽ സാൻഡി അങ്ങ് കരഞ്ഞു. കരയാൻ കാരണം അന്ന് ആ മീറ്റിങ്ങിൽ സാൻഡി പറഞ്ഞതാണ്, ഡാനിമോനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഡാനിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ വല്ലം അവൻ പോയി നിൽക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ സാൻഡിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, വലിയ വിഷമമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കൊച്ചു 3 വയസ്സുള്ള കുഞ്ഞിനെ, അതും വളരെയധികം പ്രാർത്ഥിച്ച് കാത്തിരുന്ന് കിട്ടിയ ഒരു മകനെ എങ്ങനെയാണ് ഹന്ന ദേവാലയത്തിൽ കൊണ്ടുകൊടുത്തത്? ഹന്നയുടെ ആ ഒരു മനസ്സ് ഹന്ന എത്രയധികം ഹൃദയത്തിൽ നോവനുഭവിച്ചു കാണാം. ഈ കൊച്ചു കുഞ്ഞ് ദേവാലയത്തിൽ ഏലിയുടെ അടുക്കൽ വളരുകയാണ്. നമുക്കറിയാമല്ലോ, അന്ന് പെട്ടകമിരിക്കുന്ന ആ സ്ഥലം, അവിടെ നടക്കുന്ന മാലിന്യം നിറഞ്ഞ പാപം നിറഞ്ഞ പ്രവൃത്തികളെക്കുറിച്ചൊക്കെ വേദോസ്തവത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പക്കാർ, ഏലിയുടെ മക്കൾ തന്നെ വളരെ തിന്മ നിറഞ്ഞൊരു ജീവിതം നയിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു കൊച്ചു കുഞ്ഞ് അവൻ വളരുകയാണ്. മാത്രമല്ല, ദൈവശബ്ദം കേൾക്കത്തക്കവണ്ണം, ദൈവം അവനെ തിരഞ്ഞെടുക്കത്തക്കവണ്ണം അവൻ വളരുകയാണ്. ഇന്ന് രാവിലെ ആ വീഡിയോ എന്നെ കാണിച്ചിട്ട് അതേ ഒരു ഫീലിങ്ങോടുകൂടെ, ഇമോഷൻ നിറഞ്ഞ വാക്കുകളോടുകൂടെ സാൻഡി പിന്നെയും എന്നോട് പറയുകയാണ്, കൊച്ചു കുഞ്ഞല്ലേ അവൻ. ആ കൊച്ചു കുഞ്ഞ് ദേവാലയത്തിൽ വളർന്നു വന്ന് ഒരു പ്രവാചകനായി തീർന്നു. നമുക്കറിയാമല്ലോ, 11ാമത്തെ വയസ്സിലാണ് ശമൂവേൽ ആദ്യമായിട്ട് ദൈവശബ്ദം കേൾക്കുന്നത് എന്നാണ് ചരിത്രമൊക്കെ പറയുന്നത്. എന്നിട്ട് സാൻഡി പറഞ്ഞ അടുത്ത ചില കാര്യങ്ങൾ എന്നോട് രാവിലെ പറയുകയാണ്. കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ദേവാലയത്തിൻ്റെ അന്തരീക്ഷത്തിൽ അവൻ വളർന്നപ്പോൾ അവൻ്റെ ജീവിതത്തിലെ, അവൻ്റെ കുട്ടിക്കാലത്തെ അവനുണ്ടായ ഒത്തിരി നഷ്ടങ്ങൾ, എൽക്കാന അവൻ്റെ അപ്പൻ, ഹന്ന അവൻ്റെ അമ്മ, അവരെയൊക്കെ അവൻ മിസ് ചെയ്യുന്നുണ്ടാകാം. വർഷത്തിലൊരിക്കൽ മാത്രമാണ് അവരുടെ മുഖം കാണുന്നത്. പക്ഷേ
കുഞ്ഞാണെങ്കിലും അവൻ്റെ അകത്ത് ഒരു ബോധ്യമുണ്ട്, അവൻ ദൈവത്തിനുള്ളവനാണ്. അങ്ങനെ ആലയത്തിൽ അവൻ്റെ നഷ്ടങ്ങളെ സഹിച്ച്, അവൻ്റെ വേദനകളെ മറന്ന് അവൻ വളർന്നു വന്നതുകൊണ്ട് ആ നഷ്ടങ്ങൾക്കും ആ സാക്രിഫൈസസിനും ഒക്കെയുള്ള ഒരു പ്രതിഫലം കൂടിയാണ് ശമൂവേൽ എന്ന് പറയുന്ന വലിയ പ്രവാചകൻ. ദ ഗ്രേറ്റ് പ്രോഫറ്റ്, ദ പ്രോഫറ്റ് എന്ന് അല്പം പോലും സംശയമില്ലാതെ വിളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി. സാന്റി രാവിലെ എന്നോട് പറയുകയാണ്, ആ അനുഭവങ്ങളാണ് ശരിക്കും ഈ കുട്ടിക്കാലത്ത് ആലയത്തിൽ ഒറ്റപ്പെട്ട് വളരുന്ന, അമ്മയിൽ നിന്നൊക്കെ അകന്നു മാറി ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവനായി വളരുന്ന ആ അനുഭവങ്ങളൊക്കെയാണ് ശമൂവേൽ എന്ന വലിയ പ്രവാചകനെ പണിതെടുത്തത്. ഇത് സ്റ്റേജിൽ കേട്ട പ്രസംഗമല്ല. ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ മുറിയിൽ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ നടത്തിയ ഒരു സംഭാഷണം. ആ വീഡിയോ ഞാൻ ഒന്നുകൂടെ കണ്ടു. ആ വീഡിയോയിലെ കുഞ്ഞ് ശമൂവേലിനെ കാണുമ്പോൾ അതൊരു കലാകാരൻ്റെ ഭാവന സൃഷ്ടിയാണ്. ഇന്ന് ഒരു പുതിയ മിഷൻ ഫീൽഡാണ് വീഡിയോകൾ ഉണ്ടാക്കുക, ബൈബിൾ ആശയങ്ങൾക്കനുസരിച്ചുള്ള വീഡിയോകൾ ഉണ്ടാക്കുക. ഇത് ഒരു വെർച്വൽ മിഷൻ ഫീൽഡാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് കേൾക്കുന്ന ഒരു വാർത്ത, ചില ഫോറിൻ മിഷണറിമാർ പുതിയ ഒരു വെർച്വൽ മിഷൻ ഫീൽഡ് ഉണ്ടാക്കിയിരിക്കുന്നു. അവർ ചെയ്യുന്നത്, ലക്ഷക്കണക്കിന് യൗവനക്കാർ അവരുടെ മുഖം ഉപയോഗിക്കാതെ അവതാർ എന്ന് പറയും, അതായത് ഒരു വ്യത്യസ്തമാകുന്ന ഒരു മുഖത്തോടു കൂടിയൊക്കെ ചാറ്റ് ചെയ്യുന്ന ചില സോഷ്യൽ മീഡിയ ചാറ്റ് സൈറ്റുകളുണ്ട്. അതിനകത്ത് വെർച്വൽ മിഷണറിമാർ മറ്റൊരു അവതാർ അല്ലെങ്കിൽ മറ്റൊരു മാസ്ക് രൂപത്തിലൊക്കെ, അതൊരു പക്ഷേ ഒരു പൂച്ചയുടെ മുഖമായിരിക്കാം, ഒരു സിംഹത്തിൻ്റെ മുഖമായിരിക്കാം, അവതാർ എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തി ആ സൈറ്റുകളിൽ ചെന്ന് യൗവനക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വെർച്വൽ മിഷൻ ഫീൽഡുകൾ ഒത്തിരിയുള്ള ഒരു കാലമാണിത്. ഇത് പഴയ തരത്തിലുള്ള സുവിശേഷീകരണം നടത്തിയവർക്ക് എത്ര മനസ്സിലാക്കാൻ കഴിയും, ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. ആ കൊച്ചു ശമൂവേലിൻ്റെ, എനിക്ക് തോന്നുന്നു അതൊരു AI വീഡിയോയാണ്. AI സാധ്യതകൾ ഇവാഞ്ചലൈസേഷന് വീഡിയോകൾ ഉണ്ടാക്കുന്നതിൽ എത്ര വലുതാണെന്നുള്ളതിന് വലിയ തെളിവാണ് ഈ ചെറിയ വീഡിയോ. ഞാൻ ആ വീഡിയോ ഒന്നുകൂടല്ല, 1-2 പ്രാവശ്യം കണ്ടു. Samuel. Here I am. You called me. I did not call you. Go back and lie down. Samuel. My father, here I am. You called me. My son, I did not call you. Go back and lie down. Samuel. Here I am. You called me. Go and lie down. If he calls you again, say, "Speak, Lord, for your servant is listening." Samuel. Samuel. Speak, Lord, for your servant is listening. What did the Lord say to you? Do not hide it from me. ആ കൊച്ചു ശമൂവേൽ, ആ മുഖം, ഇത് കലാകാരനുണ്ടാക്കിയ അല്ലെങ്കിൽ ഈ പറഞ്ഞ വീഡിയോ എഡിറ്റർ AI കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു വീഡിയോ ആയിരിക്കാം. പക്ഷേ അവൻ്റെ മുഖത്തെ ഭാവങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ആ ശമൂവേലിൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. 11-ാം വയസ്സിൽ ദൈവം
അവനെ വിളിക്കുകയാണ്. അവൻ ഏലിയുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്നു. ഏലി അവനെ വിളിച്ചു പറയുന്നത്, മകനെ, ഇനിയും നിന്നെ അങ്ങനെ വിളിക്കുകയാണെങ്കിൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം എന്ന് അവൻ പറയണം. പിന്നെ നമ്മൾ കാണുന്നത് ദൈവം ശമൂവേലിനോട് ഏലിയുടെ കുടുംബത്തിനുണ്ടാകാൻ പോകുന്ന വിപത്തിനെ കുറിച്ച് പറയുകയാണ്. 2 കണ്ണും നിറഞ്ഞ് കണ്ണുനീരോടുകൂടെ അവൻ ആ സന്ദേശം സ്വീകരിക്കുന്നു. ഏലിയോടത് പറവാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല, അവൻ ശങ്കിക്കുന്നു. അങ്ങനെയാണ് വേദപുസ്തകം പറയുന്നത് കേട്ടോ. ഏലി അവനെ അടുക്കൽ വിളിച്ചിട്ട് നിർബന്ധമായി ചോദിക്കുന്നു, എന്താണ് ദൈവം നിന്നോട് അരുളി ചെയ്തത്? വിതുമ്പലോടുകൂടെ അവൻ ഏലിയോട് ആ ദൂതൊക്കെ പറയുകയാണ്. അവിടെ ശമൂവേൽ എന്ന് പറയുന്ന ഒരു പുതിയ പ്രവാചകൻ, സാധാരണ പ്രവാചകനല്ല. ഇസ്രയേലിന്റെ പ്രോഫറ്റിക് ഹിസ്റ്ററിയെ ശമൂവേലിന് മുൻപും ശമൂവേലിന് ശേഷവും എന്ന് 2ആയി തിരിച്ച ഒരു വലിയ പ്രവാചകൻ അവിടെ ജന്മമെടുക്കുകയാണ്. നമുക്കറിയാമല്ലോ, മോശയൊക്കെ ഇസ്രയേലിന്റെ ന്യായപ്രമാണത്തിന്റെ സ്ഥാപകൻ, മധ്യസ്ഥനായി തീർന്ന മോശയൊക്കെ ഇസ്രയേലിന്റെ ചരിത്രത്തെ മോശയ്ക്ക് മുമ്പും ശേഷവും എന്ന് 2ആയി തിരിച്ച ആളാണ്. മോശയ്ക്ക് മുമ്പ് ന്യായപ്രമാണം ഇല്ലാത്തൊരു കാലമെങ്കിൽ ന്യായപ്രമാണമുള്ള ഇസ്രയേൽ എന്ന ഒരു ജനതയെ സൃഷ്ടിച്ച ദൈവത്തിന്റെ കരങ്ങളിലെ വിശ്വസ്ത ദാസൻ, ദൈവത്തിന്റെ ഗ്രഹം നിർമ്മിച്ച വിശ്വസ്ത ദാസനായിരുന്നു മോശ. ചരിത്രത്തെ 2ആയി തിരിച്ചവൻ. ഇതുപോലെ തന്നെ ഇസ്രയേലിന്റെ വേദപുസ്തകത്തിന്റെ പ്രോഫറ്റിക് ഹിസ്റ്ററിയെ 2ആയി തിരിച്ച വ്യക്തിയാണ് ശമൂവേൽ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ശമൂവേൽ പ്രവാചകന് മുമ്പ് അത്തരത്തിൽ പ്രവചിക്കുന്ന ഒരു പ്രവാചകനെ നമുക്ക് കാണുവാൻ കഴിയത്തില്ല. അതിനു മുമ്പും പ്രവാചകന്മാരുണ്ടായിരുന്നു. ഈ മോശയൊക്കെ പ്രവാചകനാണ് കേട്ടോ, അബ്രഹാമും അവരൊക്കെ പ്രവാചകന്മാരാണ്. പക്ഷേ ശമൂവേലിന്റെ പ്രവചന ശുശ്രൂഷയുടെ പ്രത്യേകത, ശമൂവേൽ വ്യക്തിപരമായി ആളുകൾക്ക് വേണ്ടിയുള്ള ദൂതുകൾ, ദൈവത്തിന്റെ വചനം സ്വീകരിച്ച് പറയുന്നവനായിരുന്നു. ഈ ശമൂവേൽ പുസ്തകം 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. അന്നു മുതൽ ശമൂവേൽ യഹോവയ്ക്ക് വിശ്വസ്ത പ്രവാചകനായിട്ട് ദേശം മുഴുവൻ അറിയപ്പെടുകയാണ്. 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, 1 ശമൂവേൽ 3:20. ദാൻ മുതൽ ബേർഷേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ അതിരുകളാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയുടെ അതിര് നാം പറയുമ്പോൾ കന്യാകുമാരി മുതൽ ജമ്മു കാശ്മീർ വരെ എന്ന് പറയുന്നത് പോലെ ഇവിടെ ആ ഒരു പാലസ്തീന്റെ അതിരുകൾ പറയുകയാണ്. ദാൻ മുതൽ ബേർഷേബ വരെ മുഴുവൻ രാഷ്ട്രവും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനെന്ന് ആളുകൾ ഗ്രഹിക്കുവാൻ ഇടയായി തീർന്നു. എന്താ അതിന്റെ കാരണം? 19-ാം വാക്യത്തിൽ പറയുന്നു, ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. എന്ന് പറഞ്ഞാൽ ശമൂവേൽ പ്രവചിച്ച ഒരു വചനം പോലും നിഷ്ഫലമായില്ല. മാത്രമല്ല, പിന്നീടുള്ള ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ഇസ്രായേലിന് യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ, ശത്രു ആക്രമിക്കുമ്പോൾ ഒക്കെ ജനം ശമൂവേലിന്റെ അടുക്കലേക്കാണ് വരുന്നത് സഹായത്തിനുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി. മാത്രമല്ല, ശൗലിന്റെ കഥ നമുക്കറിയാമല്ലോ. ശൗലിന്റെ നഷ്ടപ്പെട്ട കഴുതയെക്കുറിച്ച് അന്വേഷിക്കാൻ പോലും പ്രവാചകന്റെ അടുക്കലേക്ക് കയറി ചെല്ലുന്നു. എന്ന് പറഞ്ഞാൽ ശമൂവേൽ ഒരു കോമൺ മാൻസ് പ്രോഫറ്റ്. ആളുകൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, പ്രശ്നമുണ്ടെങ്കിൽ ശമൂവേലിന്റെ അടുക്കൽ ചെന്നിട്ട് അതിന് ഒരു പരിഹാരം, ഒരു ദൂത് കേൾക്കുവാനൊക്കെ ഉള്ള വിധത്തിൽ അദ്ദേഹം പ്രവചിക്കുന്ന ഒരു പ്രവാചകനായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു പ്രവാചകനെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇതിന് മുൻപ് നമുക്ക് കാണുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇസ്രായേലിന്റെ പ്രോഫറ്റിക് ഹിസ്റ്ററിയെ ഒരു പുതിയ പ്രോഫറ്റിക് മൂമെന്റ് എന്ന് പറയാം, ഒരു പുതിയ പ്രവചന പ്രസ്ഥാനത്തിലേക്ക് നയിച്ച വ്യക്തിയാണ് ശമൂവേൽ. ശമൂവേലിന് ശേഷം ഇത്തരത്തിലുള്ള ഒത്തിരി പ്രവാചകന്മാർ വന്നു. വേദപുസ്തകത്തിലെ പുസ്തകങ്ങൾ എഴുതിയ പ്രവാചകന്മാരൊക്കെ ഈ പ്രോഫറ്റിക് മൂമെന്റിന്റെ ഭാഗമാണ്. അത് ശമൂവേലിലാണ് തുടങ്ങിയത്. ഒരു പ്രവാചകൻ കേവലം വല്ലപ്പോഴും ഒരു ദൂത് പറയുകയല്ല, ഒരു പ്രോഫറ്റിക് ഓഫീസോടുകൂടെ തൻ്റെ അടുക്കൽ വരുന്നവരുടെ ഒക്കെ
ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന, അതിൽ ഒരു വചനം പോലും നിഷ്ഫലമാകാതെ ശുശ്രൂഷിക്കുന്ന ഒരു പ്രവാചകൻ. മാത്രമല്ല പ്രവാചക പുസ്തകങ്ങൾ അല്ലേ, ഈ ശമൂവേലിന്റെ പുസ്തകത്തിന്റെ ഒക്കെ നല്ലൊരു ഭാഗവും ശമൂവേൽ എഴുതിയെന്നാണ് നിരൂപിക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ നാം മനസ്സിലാക്കണം, ഈ പ്രോഫറ്റ്സ് പുസ്തകം എഴുതുന്ന ഒരു രീതി തന്നെ ശമൂവേലിൽ നിന്നാണ് തുടങ്ങിയത്. ആ കൊച്ചു പയ്യനാകട്ടോ, 11 വയസ്സുള്ള നമ്മൾ ആ വീഡിയോയിൽ കണ്ട ആ കൊച്ചു പയ്യൻ, അവൻ ചരിത്രത്തെ തിരുത്തുകയാണ്. ഇനി ഒറ്റ വാക്യം കൂടെ ശമൂവേലിനെ കുറിച്ചുള്ളത് പറയേണ്ടത് ആവശ്യമാണ്. അതുകൂടെ പറഞ്ഞിട്ട് ഒരു യഥാർത്ഥ പ്രോഫറ്റ് ആരാണ്, എന്താണ്, എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. 1 ശമൂവേൽ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഫിലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധത്തിന് വരുമ്പോൾ ഈ ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാർ വന്നിട്ട് ശമൂവേലിനോട് പറയുന്ന ഒരു വാചകമാണ് കേട്ടോ. ഇസ്രായേൽ മക്കൾ ശമൂവേലിനോട്, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾ വന്നിട്ട് പറയാണ്, ശമൂവേലേ, ഫിലിസ്ത്യർ ഞങ്ങളോട് യുദ്ധത്തിന് വരുന്നു, ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിർത്തിക്കളയരുത്. പ്രാർത്ഥിക്കുന്നത് എന്നാണ് മലയാളത്തിലെങ്കിലും അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലൊക്കെ എഴുതിയിരിക്കുന്നത് ഡു നോട്ട് സ്റ്റോപ്പ് ക്രൈയിങ് ഔട്ട് ടു ലോർഡ്, ഞങ്ങൾക്ക് വേണ്ടി കരയുന്നത്, ഡു നോട്ട് സ്റ്റോപ്പ് പ്ലീഡിങ്, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുന്നത്. ശരിക്കും ഒരു സാധാരണ പ്രാർത്ഥനയല്ല. ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകൻ കേവലം ഭാവി പറയുന്ന ഒരു പ്രവാചകൻ മാത്രമായിരുന്നില്ല, നിഷ്ഫലമാകാത്ത, തെറ്റിപ്പോകാത്ത, കൃത്യതയുള്ള പ്രവചനങ്ങൾ പറയുന്ന ഒരു പ്രവാചകൻ മാത്രമായിരുന്നില്ല, ജനത്തിന് വേണ്ടി നിലവിളിക്കുന്ന ഒരു പ്രവാചകനായിരുന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളോട് പറയേണ്ടതായിട്ടുള്ളത്, ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം ജനത്തിന് വേണ്ടി നിലവിളിക്കുന്ന പ്രവാചകന്മാരെയാണ്. അവർ ഭാവി പറയും, പക്ഷെ ഭാവി പറയുക മാത്രമല്ല അവരുടെ ശുശ്രൂഷ, ജനത്തിന് വേണ്ടി നിലവിളിക്കുന്ന പ്രവാചകൻ. വേദപുസ്തകത്തിലെ പ്രവാചകന്മാർ ഒക്കെ അങ്ങനെയായിരുന്നു. ഇരമ്യാവിനെ കുറിച്ച് നമ്മൾ കാണുന്നത് അദ്ദേഹത്തെ ഒരു കണ്ണുനീരിന്റെ പ്രവാചകൻ എന്നായിരുന്നു. തൻ്റെ തലയെ കരവാൻ വേണ്ടി കണ്ണുനീർ കൊണ്ട് വെള്ളം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഒരു പ്രവാചകനായിരുന്നു ജെറമ്യാവ്. പഴയ നിയമത്തിൽ ഓരോ പ്രോഫറ്റും അവർ ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന കണ്ണുനീരൊഴുക്കിയ, ജനത്തിൻ്റെ നിഹിതന്മാർക്ക് വേണ്ടി നിലവിളിച്ച പ്രവാചകന്മാരായിരുന്നു. മീഖ പ്രവാചകൻ അതിന് നല്ലൊരു ഉദാഹരണമാണ്. മീഖ 7-9 വാക്യം മുതൽ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, യഹോവ എൻ്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ചു തരുവോളം ഞാൻ അവൻ്റെ ക്രോധം വഹിക്കും. ഞാൻ അവനോട് പാപം ചെയ്തുവല്ലോ, അവൻ എന്നെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കുകയും ഞാൻ അവൻ്റെ നീതി കണ്ട് സന്തോഷിക്കുകയും ചെയ്യും. ഇവിടെ പ്രവാചകൻ പറയുകയാണ്, ഞാൻ അവനോട് പാപം ചെയ്തുവല്ലോ. സത്യത്തിൽ മീഖാ പ്രവാചകനാണോ പാപം ചെയ്തത്, അതോ ജനമാണോ പാപം ചെയ്തത്? ജനമാണ് പാപം ചെയ്തത്. പക്ഷേ ജനത്തിൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ജനത്തിനു വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന, ഇടിവിൽ നിൽക്കുന്ന ഒരു പ്രവാചകൻ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന, അങ്ങനെ ജനത്തിനു വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന പ്രവാചകന്മാരാണ് യഥാർത്ഥ പ്രവാചകന്മാർ. ഇവിടെ പ്രവചന ശുശ്രൂഷയെക്കുറിച്ചുള്ള നമ്മുടെ ഒരു ധാരണ, തെറ്റിദ്ധാരണ എന്ന് വേണമെങ്കിൽ പറയാം, മാറണം. പലപ്പോഴും നമ്മൾ വലിയ പ്രവാചകന്മാർ എന്ന് വിളിക്കുന്നത് ജനത്തെ കോപത്തോടുകൂടെ ശാസിക്കുന്ന, അവർക്കെതിരെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന, ന്യായവിധി വിളിച്ചു വരുത്തുന്ന പ്രവാചകന്മാരെയാണ് നമ്മൾ ശരിക്കും വലിയ പ്രവാചകന്മാർ എന്ന് വിളിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ഹൃദയമുള്ള പ്രവാചകന്മാർ അവർ ജനത്തിൻ്റെ പാപം കാണുമ്പോൾ നിലവിളിക്കുന്നവരാണ്, കരയുന്നവരാണ്, ജനത്തിന് തകർച്ച ഉണ്ടാകരുത് എന്ന് നിലവിളിക്കുന്നവരാണ്. ശരിക്കും ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട പ്രോഫറ്റ്സ് അങ്ങനെ കൃപ നിറഞ്ഞ, ക്രിസ്തുവിൻ്റെ മനസ്സുള്ള, ജനത്തിൻ്റെ തകർച്ച കണ്ട് അവർക്ക് വേണ്ടി നിലവിളിക്കുന്ന പ്രവാചകന്മാർ, അവരെയാണ് നമുക്ക് ആവശ്യം. അങ്ങനെയുള്ള പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കൊച്ചു ശമൂവേലിനെ പോലെ നമ്മുടെ ഇടയിൽ നിന്നും ചിലർ എഴുന്നേൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഹൃദയത്തെ ഇന്ന് തരളിതമാക്കിയ
ഈ ഒരു ചെറിയ സന്ദേശം ആസാദിയുടെ പ്രേക്ഷകർക്കായി കൈമാറുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.